പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ടവരുമായി ദൈവവചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതിന് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മെ കാത്തുപരിപാലിച്ച, നമ്മെ സൂക്ഷിച്ച നമ്മുടെ അരുമനാഥന് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ പ്രിയ സ്നേഹിതരൊക്കെയും പലരും ഈ ലോകം വിട്ടു പോയപ്പോൾ ഹല്ലേലൂയ, ദൈവമായ കർത്താവ് ജീവനുള്ളവരുടെ ദേശത്ത് നമ്മെ ആക്കിയിരിക്കുന്ന കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹല്ലേലൂയ. നമുക്ക് രോഗങ്ങൾ കടന്നു വരാഞ്ഞിട്ടല്ല, അപകടങ്ങൾ കടന്നു വരാമായിരുന്നു, ആമേൻ, പ്രശ്നങ്ങൾ കടന്നു വരാമായിരുന്നു. എന്നാൽ അതിൻ്റെ എല്ലാം നടുവില സർവശക്തനായ ദൈവം നമ്മെ വിടുവിച്ച വിധങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ളതായിരിക്കുന്നതായ റിനീഷ് ആണ്. സ്തോത്രം. പ്രിയ മകനെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലൊക്കെയും താൻ ആമേൻ ഈ പവർഷൻ ടിവിയിലൂടെ പ്രോഗ്രാമുകൾ സ്പോൺസർ ചെയ്യുവാനിടയായിട്ടുണ്ട്. അതൊക്കെയും തൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു, വലിയ വിടുതലുകൾക്ക് കാരണമായി തീർന്നു. തുടർന്നും തൻ്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ, അതിശയം പ്രവർത്തിക്കുവാനായി ദൈവസന്നിധിയിൽ നമുക്ക് ഈ പ്രോഗ്രാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ മകനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവിൻ്റെ വലിയ വിടുതൽ തൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയാകട്ടെ. തൻ്റെ കുടുംബത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന്റെ വാർത്ത കേൾപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് അല്പസമയം ദൈവ വചന ധ്യാനിക്കുവാനിടയാകാം. ആമേൻ, സ്തോത്രം. അതിനാധാരമായി എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുന്നു. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ചരിത്രകാരന്മാരുടെ ഇടയിൽ ഈ എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത് പല വ്യക്തികളെ കുറിച്ചാണ് അഭിപ്രായം. എന്നാൽ മുഖ്യ പങ്കും പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. എബ്രായ ക്രിസ്ത്യാനികൾക്ക് യഹൂദന്മാരിൽ നിന്ന് വന്നതായ എബ്രായ ഹല്ലേലൂയ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് ഈ എബ്രായ ലേഖനം. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് അവരുടെ ഇടയിൽ പല തർക്കങ്ങളും പല വാദങ്ങളും പല വിഷയങ്ങളും നടക്കുന്നുണ്ട്. എന്നാൽ എബ്രായ ഈ ലേഖനത്തിലൂടെ പറഞ്ഞ അവരെ പൗലോസ് ഉറപ്പിക്കുന്ന ഒരു കാര്യം, യേശു ക്രിസ്തു മോശയേക്കാൾ വലിയവൻ, യോശുവയേക്കാൾ വലിയവൻ, ആമേൻ, ഹല്ലേലൂയ, യാഗങ്ങളെക്കാൾ വലിയവൻ. അങ്ങനെ യേശുവിനെ കുറിച്ചുള്ള ഒരു വലിയ ആമേൻ, ഹല്ലേലൂയ, പുരോഹിതനേക്കാൾ വലിയവൻ, ആമേ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നൊക്കെ പറഞ്ഞ യേശുവിനെ കുറിച്ച് ഉറപ്പിച്ചു കൊടുക്കുന്ന ഒരു ലേഖനമാണ് ഈ എബ്രായ ലേഖനം. ഹല്ലേലൂയ. ഇവിടെ 4-ാം അധ്യായത്തിൽ താൻ പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: കർത്താവിന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അപ്പോൾ വിശ്വാസത്തിലേക്ക് ഇവർ കടന്നു വന്നു, വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ്. ആമേൻ. എങ്കിൽ പോലും അവരുടെ ഹൃദയത്തിൽ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം. എന്താണ് വാഗ്ദത്തം? നിത്യജീവൻ എന്നുള്ളതാണ് വാഗ്ദത്തം. യോഹന്നാനും പറയുന്നുണ്ടല്ലോ തൻ്റെ ലേഖനത്തിൽ, കുഞ്ഞുങ്ങളെ നിങ്ങൾ ആമേൻ, ഹല്ലേലൂയ, നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നുവെന്ന്. അപ്പൊ നിത്യജീവൻ എന്നുള്ളതാണ് നമ്മൾക്കുള്ള വാഗ്ദത്തം. ഹല്ലേലൂയ. കർത്താവിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുമ്പോൾ നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നു, നിത്യജീവൻ നൽകിത്തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നിത്യജീവൻ ആർക്കെങ്കിലും ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ
നാം ഭയപ്പെടുക. സ്തോത്ര ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ റോമാലേഖനത്തിലെ അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഈ 11-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു. ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല, അവർ നിന്നെ അത്രേ ചുമക്കുന്നത് എന്നോർക്ക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ യേശു കർത്താവിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് നമ്മൾ ഞെളിയാതെ ഭയപ്പെടുക എന്നാണ് തിരുവചനം പറയുന്നത്. സ്തോത്ര ഹല്ലേലൂയ. നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, പുകഴുവാനൊന്നുമില്ല. യഹൂദന്മാർക്ക് വേണ്ടി മാത്രം ഹല്ലേലൂയ രക്ഷ ഒരുക്കിയിരുന്നുവെങ്കിൽ സ്തോത്ര ഹല്ലേലൂയ നമ്മളൊക്കെ തള്ളപ്പെട്ടു പോയേനെ. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ 11-ന്റെ 1-ാം പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഞാനും ഇസ്രായേലിയനല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. എന്നാൽ ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെ ഈ വചനം നമ്മൾ വായിച്ചു വരുമ്പോൾ പിന്നെയും പൗലോസ് പറയുന്നത്: എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൻ ഞാൻ എൻ്റെ സ്വജാതിക്കാർക്ക് വല്ലവിധേനെ സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എൻ്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായുവെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താകും? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്വജനത്തിനു വേണ്ടിയാണ്. ഹല്ലേലൂയ. കർത്താവ് തന്നെ പറഞ്ഞു: ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരെ എന്നെ കൈക്കൊണ്ടില്ല. കർത്താവ് വന്നത് സ്വന്തത്തിലേക്ക് വന്നത്. ഇസ്രായേൽ ജനത്തിനു വേണ്ടി, യഹൂദന് വേണ്ടിയാണ് യേശു കർത്താവ് വന്ന. എന്നാൽ അവർ കൈക്കൊണ്ടില്ല. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ പിതാവായ ദൈവത്തിന്റെ തന്നെ കുറിച്ചുള്ള നിശ്ചയവും നിർണയവും എന്തായിരുന്നു? മാനവരാശിയെ മുഴുവൻ രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു. പിതാവിന്റെ ആ നിർണയപ്രകാരം ഹല്ലേലൂയ ദൈവമായ കർത്താവ് മാനവരാശിക്ക് വേണ്ടി മരിക്കുവാനിടയായി തീർന്നു. സകല മാനവരാശിക്ക് വേണ്ടിയാണ് ക്രൂശിൽ യാഗമായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിലേക്ക് വന്നത് ജാതികളായിരുന്ന നമ്മെ കാട്ടൊലിവായിരുന്ന നമ്മെ നാട്ടൊലിവിനോട് ഒട്ടിച്ചു ചേർത്തു. നാട്ടൊലിവാരാണ്? നമ്മുടെ അരുമനാഥനായ കർത്താവിനോട് നമ്മളെ ഒട്ടിച്ചു ചേർത്ത് നമ്മളിൽ നല്ല ഫലം ഉണ്ടാകാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്ര ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തില അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ആത്മാവിന്റെ പ്രവൃത്തിയോ സ്നേഹ, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, സൗമ്യത, ഇന്ദ്രിയ ജയം, ഹല്ലേലൂയ. ഇങ്ങനെ ആത്മാവിന്റെ പ്രവൃത്തി ഹല്ലേലൂയ നമ്മളിൽ കാണുവാനായിട്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. സ്തോത്ര. ആത്മാവിന്റെ പ്രവൃത്തിയല്ല, ആത്മാവിന്റെ ഫലം കാണുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമ്മിൽ ആ നല്ല പ്രവൃത്തി, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ടാണ് നമ്മളെ നാട്ടൊലിവിനോട് ഒട്ടിച്ചു ചേർത്തത്. കാട്ടൊലിവായിരുന്നു നമ്മള്. ആർക്കും ഹല്ലേലൂയ കീഴടങ്ങാത്തതും, ആരോടും മെരുങ്ങാത്തതും, ആരെ സ്നേഹിക്കാത്തതും, ആരുമായിട്ടും ഹല്ലേലൂയ ചേരാത്തതുമായ അങ്ങനെയുള്ളതായ ഒരു കാട്ടൊലി പോലെ മറ്റൊരു സ്വഭാവമായിരുന്നു നമുക്കെല്ലാം. ഹല്ലേലൂയ. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി കർത്താവ് നമ്മെ നാട്ടൊലിവിനോട് ഒട്ടിച്ചു ചേർത്ത് നല്ല ഫലം പുറപ്പെടുവിക്കുവാനായി നമ്മെ ആക്കി തീർത്തു. അതുകൊണ്ട് നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, പുകഴുവാൻ ഒന്നുമില്ല. സ്തോത്രം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനായി, നിത്യജീവൻ പ്രാപിക്കുവാനായി ഹല്ലേലൂയ ഇസ്രായേലിനെ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം തള്ളിക്കളഞ്ഞിട്ട് ജാതികളായ നമ്മെ തെരഞ്ഞെടുത്തു
എങ്കിൽ ഹല്ലേലൂയ, എങ്കിലും അവരെ പൂർണ്ണമായിട്ട് കർത്താവ് തള്ളിക്കളയുന്നില്ല. സ്തോത്രം. അവർക്കും കർത്താവ് മാനസാന്തരത്തിന് ഇട കൊടുക്കുകയാണ്, അവസരം കൊടുക്കുകയാണ്. മാനസാന്തരപ്പെട്ടാൽ അവരെയും കർത്താവ് കൈക്കൊള്ളും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ഈ സുവിശേഷം കേൾക്കുമ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആമേ കർത്താവിന് വേണ്ടി ഒരു ഹൃദയം ആമേൻ ഒരുക്കുവാൻ, നമ്മുടെ ഹൃദയം കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ, നാം കർത്താവിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ ഒരുക്കപ്പെടുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, സ്തോത്ര ഹല്ലേലൂയ, കർത്താവിനോട് ചേർന്ന് വസിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ അനുഗ്രഹങ്ങളും വിടുതലുകളും, ഈ ഭൂമിയിൽ നമുക്ക് ഒരു രോഗസൗഖ്യം കിട്ടിയത് കൊണ്ടോ, അല്പസമ്പത്ത് കിട്ടിയത് കൊണ്ടോ, ഒരു ഭവനം പണിതത് കൊണ്ടോ, ഒരു വാഹനം ലഭിച്ചത് കൊണ്ടോ, വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മൾ അധ്വാനിച്ച് പണം ഉണ്ടാക്കിയത് കൊണ്ടോ ഒന്നും ഹല്ലേലൂയ, ഇതുകൊണ്ടൊന്നും നമ്മളുടെ ഹല്ലേലൂയ ആമേ ജീവിതത്തിൽ ഒരു പൂർണ്ണതയാവുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെയൊക്കെ അധ്വാനിക്കുന്നെങ്കിൽ ഇതൊന്നും നമുക്കൊരു പൂർണ്ണമായ സമാധാനമോ സന്തോഷമോ നൽകി തരുന്നില്ല. ഇതെല്ലാം ഉണ്ടായിട്ടും മനുഷ്യൻ ഇന്ന് സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. എവിടെ ചെന്നാൽ സമാധാനം കിട്ടും എന്നുള്ള ലക്ഷ്യത്തോടെ മനുഷ്യൻ പായുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. അതുപോലെ തന്നെ മനുഷ്യന് ഇന്ന് സന്തോഷമില്ല ജീവിതത്തിൽ. എത്ര വലിയ പൊസിഷനിൽ ഇരുന്നാലും, എത്ര വലിയ ശമ്പളങ്ങൾ വാങ്ങിക്കൂട്ടിയാലും, എത്ര ലക്ഷങ്ങൾ വാങ്ങിയാലും, എത്ര നമുക്ക് വരുമാനമുണ്ടെന്ന് പറഞ്ഞാലും, പ്രിയമുള്ളവരെ, നമുക്ക് ഹല്ലേലൂയ സന്തോഷം ഇതൊന്നും തരികയില്ല. നമുക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ സർവശക്തന്റെ പാദപീഠത്തിലേക്ക് കടന്നു വരണം. പാപഭാരം നമ്മിൽ നിന്ന് മാറിപ്പോയെങ്കിൽ മാത്രമേ ആ സ്ഥാനത്ത് നമ്മളിൽ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ആത്മാവ് കടന്നു വരികയും നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുകയും ചെയ്യുകയുള്ളൂ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഹല്ലേലൂയ പലപ്പോഴും നമുക്ക് ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവർക്ക് പോലും പലപ്പോഴും സമാധാനവും സന്തോഷവും ഇല്ലാത്ത അനുഭവങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് സമാധാനം പ്രഖ്യാപിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്തും കൊണ്ട് ആമേൻ മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന പലർക്കും സന്തോഷമില്ലാത്ത അനുഭവങ്ങളാണ്. പലരുടെയും കുടുംബത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ ആഴമേറിയ വേദനകളും വലിയ വലിയ വിഷയങ്ങളും വലിയ പ്രശ്നങ്ങളും നടമാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ഹല്ലേലൂയ വേദപുസ്തകം പറയുന്ന രക്ഷയിലേക്ക് വന്നാൽ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് പ്രവർത്തികൾ കാരണമല്ല. ആമേൻ ഹല്ലേലൂയ. വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആമേ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരണം, അനുഗ്രഹമായി തീരണം. ഹല്ലേലൂയ. ആമേൻ. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വചനം വ്യക്തമായി പറയുന്നു. സ്തോത്രം. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ, ആരാണ് സ്വാഭാവിക കൊമ്പുകൾ? ഇസ്രായേലിനെ കുറിച്ചാണ് അതൊക്കെ കർത്താവ് പറയുന്നത്. സ്വാഭാവിക കൊമ്പുകളെന്ന് അവയെ ആദരിക്കാതെ പോയെങ്കിൽ, ഹല്ലേലൂയ, സ്വാഭാവിക കൊമ്പുകളെ വെട്ടിക്കളഞ്ഞിട്ട്, സ്വാഭാവിക കൊമ്പിനെ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ കാട്ടൊലിവായിരുന്ന നമ്മെ ആമേൻ ഹല്ലേലൂയ ഒട്ടിച്ച് ചേർത്തിട്ട്, സ്തോത്ര ഹല്ലേലൂയ, നമുക്ക് എന്താണ് പ്രശംസിക്കാനുള്ളത്? നമുക്കൊന്നുമില്ല, പ്രശംസിക്കാനോ ഒന്നുമില്ല. ദൈവസന്നിധിയിൽ നമുക്ക് ഞെളിയുവാനോ പൊഴുവാനോ ഒന്നുമില്ല. ആമേൻ. അതെ, നമ്മൾ നിഗളിക്കാതെ ദൈവസന്നിധിയിൽ താഴ്മയോടായിരുന്നാൽ കർത്താവ് പിന്നെയും നമ്മെ മാനിക്കുവാൻ, അനുഗ്രഹിപ്പാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ദൈവസന്നിധി നമ്മൾ താഴ്ത്തി ഏൽപ്പിച്ചാൽ, ഹല്ലേലൂയ, ഈ തിരുവചനത്തിൽ പറയുന്നു 11:24 റോമാലേഖനം, സ്വഭാവത്താൽ കാട്ടുമരമായിരുന്നതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്തു, സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്രയധികമായി ഒട്ടിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇസ്രായേൽ എങ്ങനെയെല്ലാം കടന്നുപോയാലും അവരെ കർത്താവ് എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്?
സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്രയധികമായി ഒട്ടിക്കും. കാരണം നമ്മൾ എന്തായിരുന്നു? കാട്ടുമരമായിരുന്നു. കാട്ടുമരമായതിനെ നല്ല ഒലിവ് മരത്തോട് ഒട്ടിച്ച് ചേർത്തെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ദൈവമായ കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്നു. ആമേൻ, ഇസ്രായേലിനോട് ദൈവത്തിന് അനുകമ്പയുണ്ട്. ഇസ്രായേലിനെ കർത്താവ് ആദരിക്കും. ആമേൻ, സ്വാഭാവിക കൊമ്പുകളെ കർത്താവ് ഹല്ലേലൂയ പിന്നെയും അധികമായി ആമേൻ ഹല്ലേലൂയ ഒട്ടിച്ച് ചേർക്കുവാനിടയായി തീരും. ആമേൻ ഹല്ലേലൂയ, എത്ര പ്രശ്നങ്ങൾ രൂക്ഷമായാലും എന്തെല്ലാം വിഷയങ്ങൾ കടന്നു വന്നാലും പിന്നെയും അവരോട് കർത്താവ് കരുണ കാണിക്കും. മനസ്സലിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ, ആമേൻ. അതെ ഹല്ലേലൂയ, 9-ാം അധ്യായത്തിലെ കർത്താവ് അത് പറയുന്നു. റോമാലേഖനം 9-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. ഹല്ലേലൂയ, അതേ കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ, കരുണ കാണിക്കുവാൻ, കർത്താവിനെ മനസ്സലിയുവാൻ, ആമേൻ കർത്താവ് ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആമേൻ മനസ്സുള്ള ദൈവമായിരിക്കൽ. ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ഇന്ന് ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, നമ്മൾ ഹല്ലേലൂയ ജാതികളായിരുന്നു. സ്തോത്രം, ആ ജാതികളായിരുന്ന നമ്മളോടും കർത്താവിന് കരുണ തോന്നി. കർത്താവ് നമ്മളോട് മനസ്സലിഞ്ഞ ഈ കൃപയിലേക്ക് കടന്നു വരുവാൻ, ഈ തിരുവചനം നമ്മുടെ കരങ്ങളിൽ എടുക്കുവാൻ, ഹല്ലേലൂയ, ഈ പുസ്തകം നമ്മുടെ കരത്തിൽ എടുക്കാൻ നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു. പക്ഷെ കർത്താവ് നമ്മളെ നാട്ടുമരത്തോട് ഒട്ടിച്ച് ചേർത്തിട്ടാ നമ്മൾ ഈ പുസ്തകം എടുക്കുവാനുള്ള കൃപ നമുക്ക് ലഭിച്ചത്. ഹല്ലേലൂയ. അതുപോലെ ഈ തിരുവചനം കർത്താവിനെ കുറിച്ച് നമ്മുടെ നാവിന്മേൽ ആമേൻ ഹല്ലേലൂയ പറയുവാനുള്ള യോഗ്യത നമുക്കില്ലായിരുന്നു. ആമേൻ ഹല്ലേലൂയ, കർത്താവ് നമ്മളെ യോഗ്യരാക്കി തീർത്തു. നമ്മുടെ നാവിന്മേൽ സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. പെന്തക്കോസ്ത് നാളില മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരുന്നവരുടെ മേൽ തീനാളം പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്ന് അവരുടെ നാവിന്മേൽ പതിച്ചു. അപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അതേപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിനെ ഒന്ന് തൊട്ടു. നാവിനെ തൊട്ട് കർത്താവ് നമ്മളെ ഒന്ന് ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ നാമത്തെ നമ്മുടെ നാവിന്മേൽ എടുക്കുവാനുള്ള യോഗ്യത കർത്താവ് നമുക്ക് നൽകി തന്നത്. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ കർത്താവിനെ ആമേൻ പ്രസംഗിക്കുവാനും കർത്താവിനോട് പ്രാർത്ഥിക്കുവാനും വിളിച്ചപേക്ഷിക്കുവാനും ഒക്കെ ദൈവമായ കർത്താവ് കൃപ നൽകി തന്നത്. പ്രിയമുള്ളവരെ, ആമേൻ ഹല്ലേലൂയ, അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവരോട് ഞാൻ കരുണ തോന്നുകയും എനിക്ക് മനസ്സ് ആമേൻ ഹല്ലേലൂയ മനസ്സലിയണം എന്നുള്ളവരോട് ഞാൻ മനസ്സലിയുകയും ചെയ്യുന്ന ദൈവമല്ലയോ. ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയില് ആമേൻ അപ്പോസ്തലനായ പൗലോസ് പറയുക, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തെന്ന് ചോദിക്കുമോ? അല്ല, കുശവൻ അതേ പിണ്ടത്തിൽ നിന്നൊരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ചു തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത്? ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ആമേൻ കുശവന്റെ ഇഷ്ടപ്രകാരം ആ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ മണ്ണിന് കുശവനോട് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലെന്ന്, അധികാരമില്ല. അത് കുശവന്റെ ഇഷ്ടമാ ഏത് പാത്രം ഉണ്ടാക്കണമെന്നുള്ളത്. മാനപാത്രമാണോ ഹീനപാത്രമാണോ, ആമേൻ, എന്താണ് ഉണ്ടാക്കണമെന്ന് കുശവന്റെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഹല്ലേലൂയ, ദൈവമായ കർത്താവ് നമ്മെ നാശയോഗ്യമായിരുന്ന നമ്മെ, കോപപാത്രങ്ങളായിരുന്ന നമ്മെ, ആമേൻ ഹല്ലേലൂയ ജാതികളായിരുന്ന നമ്മെ വിളിച്ചു വേർതിരിച്ചു. തന്റെ ഹല്ലേലൂയ കരുണാധനത്തിന്റെ തേജസ്സിന്റെ ആമേ പാത്രങ്ങളാക്കി മാറ്റി. ഹല്ലേലൂയ, കരുണാപാത്രങ്ങളാക്കി മാറ്റി തേജസ് ആമേ പകരുവാനായി കർത്താവിനെ കുറിച്ച് ആമേൻ ഹല്ലേലൂയ സാക്ഷിക്കുന്നവരായി, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരായി, കർത്താവിനെ മറ്റുള്ളവരോട് പറയുന്നവരാക്കി, കർത്താവിന്റെ സാക്ഷികളാക്കി കർത്താവ് നമ്മെ മാറ്റിയിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘ
ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയമല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുമെന്ന ഹോശേയ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത വചനം നമ്മൾ ഓർക്കണം പ്രിയമുള്ളവരെ. ആമേൻ ഹല്ലേലൂയ. കർത്താവ് തന്റെ ജനത്തെ ഹല്ലേലൂയ ജനമല്ലാത്തവരെ കർത്താവ് തന്റെ ജനമാക്കി തീർത്തു. മക്കളല്ലാത്തവരെ കർത്താവ് തന്റെ മക്കളാക്കി തീർത്തു. ഹല്ലേലൂയ. എന്നേക്കുമായി നശിച്ചു പോകുവാൻ എന്നേക്കുമായി കർത്താവ് തള്ളിക്കളഞ്ഞില്ല. ഹല്ലേലൂയ. നമ്മളോട് കർത്താവ് കരുണ കാണിച്ചു. കർത്താവ് നമ്മളോട് മനസ്സലിഞ്ഞു. അതാ പറഞ്ഞ കർത്താവിന് കനിവ് തോന്നണം എന്നുള്ളവരോട് കർത്താവ് കനിവ് തോന്നും. കർത്താവിന് കരുണ തോന്നണം എന്നുള്ളവരോട് കർത്താവ് കരുണ തോന്നുമെന്ന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ സ്തോത്ര. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കർത്താവിന്റെ നാമത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ നാം രക്ഷിക്കപ്പെടുവാനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ആമേൻ ഹല്ലേലൂയ തന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പിക്കുവാനായി ആമേൻ ഹല്ലേലൂയ കർത്താവ് നമ്മെ വർദ്ധിച്ചിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ആരെയും കർത്താവിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന അറിവുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് ആമേൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ. കർത്താവിന്റെ ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ. ഈ ഭൂമി നമുക്ക് സ്വസ്ഥത തരത്തില്ല അല്ലെ? ഈ ഭൂമിയിൽ നമുക്ക് സ്വസ്ഥതയുമില്ല. ആമേൻ ഹല്ലേലൂയ പൂർണ്ണമായൊരു സമാധാനവും തരത്തില്ല. പക്ഷേ നമുക്ക് ക്രിസ്തുവിൽ സമാധാനമുണ്ട്. ക്രിസ്തുവിൽ നമുക്ക് സ്വസ്ഥതയുണ്ട്. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പം പറയത്തില്ലേ, അറിയാതെ പറഞ്ഞു പോകത്തില്ലേ, ഓ എനിക്കൊരു സമാധാനവും ഇല്ല ഈ വിഷയത്തിലാ. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം പറയുന്നത് എന്താണ്? ഓ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. പക്ഷേങ്കിൽ ആ സമാധാനം എന്ന് പറയുന്നത് ഒരു ചെറിയ വിഷയത്തിന്റെ മേല നമ്മൾ പറയുന്നത്. അങ്ങനെയെങ്കിലും ഹല്ലേലൂയ ആ വിഷയത്തില് സമാധാനമില്ലെന്ന് പറയുന്നെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്ത് സമാധാനമുണ്ട്. ക്രിസ്തു നമുക്ക് സമാധാനം തന്നിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. ആമേൻ. പ്രിയമുള്ളവരെ, ഇവിടുത്തെ ജോലിയോ ഇവിടുത്തെ പണവോ ഒന്നും നമുക്ക് സമാധാനം തരത്തില്ല. ഇവിടുത്തെ സ്നേഹിതർ നമുക്ക് സമാധാനം തരത്തില്ല. ഇവിടുത്തെ പ്രഭുക്കന്മാർ നമുക്ക് സമാധാനം തരത്തില്ല. പക്ഷെ നമുക്ക് സമാധാനം തരുന്നത് യേശു കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. ആ ക്രിസ്തുവിന്റെ സമാധാനത്തിലേക്ക് പ്രവേശിക്കുവാൻ, ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ, ആ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ, ആ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുവാൻ ഹല്ലേലൂയ ആമേൻ നാം നമ്മെ തന്നെ ഒരുക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ ഇവിടെ എന്തെല്ലാം സ്വരൂപിച്ചു കൂട്ടി എന്ന് പറഞ്ഞാലും, എത്ര കോടിക്കണക്കിന് രൂപ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും, എത്ര ഫ്ലാറ്റുകൾ വാങ്ങിക്കൂട്ടി എന്ന് പറഞ്ഞാലും അതൊന്നും നമുക്ക് ഉപകരിക്കുകയില്ല. സ്തോത്ര. ഹല്ലേലൂയ. അതൊന്നും നമുക്ക് ഉപകരിക്കുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു പ്രത്യേക സാഹചര്യത്തില് ആമേൻ നമ്മൾ പ്രാണൻ വളരെ ഭയത്തിലാകുന്ന സമയത്ത് അല്ലെങ്കിൽ മരണവിപ്രാളം എടുക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയതിനൊന്നും നമ്മെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. നമ്മളുടെ സമ്പത്തിനോ നമ്മുടെ വിദ്യാഭ്യാസത്തിനോ നമ്മുടെ ജോലിക്കോ ആമേൻ നമ്മുടെ സ്നേഹിതർക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ ആർക്കും നമ്മെ രക്ഷിപ്പാൻ കഴിയത്തില്ല എന്നുള്ളത് നമ്മൾ അതറിഞ്ഞ് നമ്മൾ പൂർണ്ണമായി കർത്താവിൽ ഒരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ മാത്രമേ എന്നെ വിടിയിപ്പാൻ കഴിയുകയുള്ളൂ. എൻ്റെ കർത്താവിനെ മാത്രമേ എന്നെ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ. ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഏകരക്ഷാ മാർഗം എന്ന് പറയുന്നത് യേശു കർത്താവ് മാത്രമാണ്. യേശു കർത്താവിന്റെ ക്രൂശിൽ മരണത്തിലൂടെ അല്ലാതെ ഒരു രക്ഷയില്ല, ഒരു മാർഗം വേറെ ഇല്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു മാർഗം ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ജനം അവിടെ ഓടിയനെ. എന്നാൽ അങ്ങനെ ഒരു മാർഗം ഇല്ലാത്തത് കൊണ്ട് ഏകരക്ഷാ മാർഗം ക്രിസ്തുയേശു മാത്രമാണ്. അതുകൊണ്ട് ഈ കർത്താവിനെ നമ്മൾ രക്ഷകനായി സ്വീകരിച്ചാൽ, കർത്താവായി സ്വീകരിച്ചാൽ, കർത്താവിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം നമുക്കും ലഭിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹിന്ദുവാണെന്നോ മുസ്ലിം ആണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ യഹൂദനാണെന്നോ ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. നമ്മൾ ഏത് ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ്, ഏത് നിറത്തിലുള്ളതാണ്, ഏത് ജാതിയിലുള്ളതാണ്, ഏത് ഭാഷക്കാരനാണ് എന്നൊന്നും പറഞ്ഞിട്ട്
ഒന്നും ഒരു കാര്യവുമില്ല. യേശു കർത്താവിനെ സ്വീകരിച്ചും കൊണ്ട് യേശു കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം നൽകി തന്നിരിക്കുകയാണ്. ഈ അധികാരം നാം ഉപയോഗിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൽ കൂടിയുള്ള സ്വസ്ഥത അനുഭവിക്കുവാനിടയായി തീരും. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവെ മാനസാന്തരപ്പെട്ട ആമേ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച കർത്താവിന്റെ നിത്യജീവൻ പ്രാപിക്കുവാൻ, അങ്ങയുടെ വാഗ്ദത്തം പ്രാപിക്കുവാൻ, അങ്ങയുടെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ തന്റെ ജനത്തെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്ക് നിലനിൽക്കുന്നു എന്ന വചന പ്രകാരം തന്റെ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ട്രിവാൻഡ്രത്തുള്ളതായ റിനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകനോട് കരുണ തോന്നണമേ, മനസ്സലിയണമേ കർത്താവേ. ആമേൻ. അവിടുന്ന് കരുണ തോന്നു മറകണമേ. അവിടുത്തെ ഹല്ലേലൂയ ദയയും വിശ്വസ്തതയും തന്റെ മകന്റെ മേൽ കർത്താവ് കൽപ്പിക്കുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അങ്ങയുടെ തേജസ്സിന്റെ ധനം തന്റെ മകന്റെ മേൽ പകരുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം. ആ കുടുംബത്തെ അനുഗ്രഹിക്കുമറകണം. പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തി ജീവിതങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ. അവരുടെ കണ്ണുനീരിന് മറുപടി നൽകണമേ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് മറുപടി നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, ഉത്തരം നൽകുന്നതിനായി സ്തോത്രം, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി യേശു കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഞാൻ വന്ദനം പറയുന്നു. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചറിയിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.